അനുദിനമന്ന. നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം: 1. ഉന്മേഷം പ്രാപിക്കുക, പുതുക്കം പ്രാപിക്കുക. പുതുക്കം പ്രാപിക്കുക. വായിക്കാനുള്ള ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുക. റിന്യൂ യുവർ സോൾ. ഇന്ന് കുറച്ചു സമയം അതിനായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടോ? ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ തളർന്നുവോ? നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ പോലും നിങ്ങളുടെ ആത്മാവിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ അവർക്കായി പരമാവധി അധ്വാനിക്കുന്നതിലാകാം. ഒരുപക്ഷെ നിങ്ങൾ അവർക്കായി എല്ലാ ഭാരങ്ങളും വഹിക്കാൻ ശ്രമിക്കുന്നതിനാലാകാം. അതിനാൽ വിഷമിക്കേണ്ടതില്ല. ഒരുപക്ഷെ നിങ്ങൾ തളർന്നു പോയത് കൊണ്ടാകാം. കഠിനമായി പരിശ്രമിക്കുന്നതിൽ നിന്ന് തളർന്നുപോയി അടുത്തതായി എന്തു ചെയ്യണമെന്ന് നിരന്തരം ചിന്തിക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തളർത്തിയിരിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാരം ചുമക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ സകല ഭാരങ്ങളും വഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വരൂ, യേശുവിന്റെ അടുക്കൽ വന്ന് സ്വയം പുതുക്കുക, സ്വയം പുതുക്കുക. നിന്റെ ഭാരമുള്ള പുറംചട്ട അഴിച്ചു മാറ്റുക. നിന്റെ വാളും പരിചയം താഴെ വയ്ക്കുക. ഇവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്കായി എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ വിജയം പ്രാപിക്കുക. വിജയം നിങ്ങളുടേതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോരാടുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾ പൊടിയിലും അഴുക്കിലും പൊതിഞ്ഞേക്കാം. പക്ഷേ തണുത്തതും ശാന്തവുമായ വെള്ളത്തിൽ അവയെ കഴുകാൻ യേശു കാത്തിരിക്കുന്നു. നമ്മുടെ രക്ഷകൻ കാത്തിരിക്കുന്നു. ജീവിത വസന്തകാലത്ത് സ്വയം പുതുക്കുകയും നിങ്ങളുടെ ആത്മാവിനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുക. ഇപ്പോൾ വിശ്രമിക്കുക. കർത്താവിന്റെ ആശ്വാസകരമായ സന്നിധിയിൽ വിശ്രമിക്കുക. സർവശക്തിയുടെ നിഴലിൽ അഭയം പ്രാപിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ.